റഷ്യയിലെ ഓറൻബർഗ് മേഖലയിൽ ഡാം തകർന്നു. യൂറൽ പർവ്വതനിരകളിലെ മഞ്ഞുരുകൽ കാരണം നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതാണ് ഡാം തകരാൻ കാരണമായതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. ഓറൻബർഗ് മേഖലയിൽ റഷ്യൻ ഗവൺമെന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. റഷ്യയിലെ യൂറൽ നദിയിലെ അണക്കെട്ട് തകർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കനത്ത നാശനഷ്ടങ്ങളുടെ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓർസ്ക് നഗരത്തിലെ 5000-ഓളം വീടുകളും വെള്ളത്തിനടിയിലാണ്. ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഓർസ്കിൽ 5 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓറൻബർഗിലെ ജലനിരപ്പ് അനിയന്ത്രിതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നഗരത്തിലെ 1300 വീടുകൾ വെള്ളത്തിനടിയിലാണ്. 428 പേരെ അവിടെ നിന്നും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് ഒഴിപ്പിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുവാൻ റഷ്യൻ അടിയന്തര സാഹചര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി അലക്സാണ്ടർ കുരേങ്കോവ് ഓർസ്കിലെത്തി. അണക്കെട്ടിന് 5.5 മീറ്റർ അടി ജലസംഭരണ ശേഷിയാണുള്ളതെങ്കിലും ഇന്നത് 9.7 മീറ്റർ വരെ എത്തുകയായിരുന്നു. അണക്കെട്ട് തകരാൻ കാരണമായ നിർമ്മാണ ലംഘനങ്ങൾ സംബന്ധിച്ച് ക്രിമിനൽ അന്വേഷണം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. 2400 കിലോമീറ്റർ നീളത്തിലൊഴുകുന്ന യൂറൽ നദിയുടെ സമീപ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റഷ്യയെപ്പോലെ അയൽരാജ്യമായ കസാഖിസ്ഥാനും വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണിയിലാണ്. 80 വർഷങ്ങൾക്കിടയിൽ നടന്ന ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് കസാഖിസ്ഥാൻ പ്രസിഡന്റ് കാസിം ജോമോർട്ട് ടോക്കിയോവ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.